ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ? ഞാനിന്നൊരു വെറൈറ്റി ഫ്രൈഡ് റൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ കുറഞ്ഞൊരു ഇരുട്ട് കുത്തിയൊരു ദിവസമായതുകൊണ്ട് തന്നെ ടേബിളുമൊക്കെ അടുപ്പ് വെച്ചിട്ട് അവിടെ ക്യാമറ സെറ്റ് ചെയ്ത് കാണാണ് ഭക്ഷണം റെഡിയാക്കിയെടുക്കുന്നത്. പിന്നെ സൺഫ്ലവർ ഓയിലൊന്നല്ല ഞാൻ റെഡിയാക്കുന്നത്, നമ്മളെ സാധാ വെളിച്ചെണ്ണയിലാണ്. അയച്ചിട്ടൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കൂടുതൽ എണ്ണ ഒഴിച്ചു. അത് ഞാൻ 1.5 കിലോ അരി എടുത്തിട്ടാണ് റെഡിയാക്കുന്നത്. അതേപോലെ ഇറച്ചിയും പിന്നെ സാധനങ്ങൾ അതിലേക്ക് ഇടുന്നതെല്ലാം കൂടി ഒരു 3/4 കിലോൻ്റെ മേലെ അതുണ്ട്, പച്ചക്കറി ഐറ്റംസൊക്കെ കൂടി. അപ്പോൾ ഒരു 2 കിലോൻ്റെ മേലെ ചോറ് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് 2 കിലോൻ്റെ മേലെ ഉണ്ടാവും. അപ്പോൾ എണ്ണ ചൂടായി വന്ന നേരത്ത് ഞാൻ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 10-30 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണ് സാധനം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അതിനനുസരിച്ചാണ് നിങ്ങൾ അതിലേക്ക് സാധനം ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങളൊരു കുറച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കൂടുതൽ സാധനങ്ങൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പിന്നെ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8 പച്ചമുളക് പൊടിയാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതിൽ നല്ലൊരു എരിവിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി പൊടിയാക്കി അരിഞ്ഞിട്ട് അതും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോരോ പച്ചച്ചോയ പച്ചച്ചോയ മാറിയ സമയത്താണ് അടുത്തത് ഓരോ ഭാഗങ്ങളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ബ്രോസ്റ്റ് കോഴിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തോല് നല്ലവണ്ണം പൊടിയാക്കി അരിഞ്ഞ് ഉപ്പ് ഇട്ടുകാണ്ട് വരതി കഴുകിയതിൻ്റെ ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് താല്പര്യമാണ് പൊടിയാക്കി അരിയണം. അതേമാതിരി ഉപ്പിട്ട് നല്ലവണ്ണം വരതി കഴുകും വേണം. അപ്പോൾ നമുക്ക് കോഴിൻ്റെ ആ നെയ്യുണ്ടല്ലോ അത് ഇതിലേക്ക് ഉരുകി വരുമ്പോൾ നമ്മളെ പച്ചക്കറിക്കും ഇതിനൊക്കെ വളരെ ഒരു ടേസ്റ്റാണ്. പിന്നെ ചെറിയൊരു വല്യുള്ളി പൊടിയാക്കി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പച്ചച്ചോയ ഒന്ന് മാറിയതിൻ്റെ ശേഷമാണ് ഞാൻ മാഗിൻ്റെ ക്യൂബ് 2 കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അതിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇടുന്ന സമയത്ത് മാഗി ക്യൂബ് ഇട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉപ്പ് ഇതിലുണ്ടാവും. പിന്നെ നമ്മൾ ചോറ് നല്ലവണ്ണം വേവിച്ച് വെച്ചിട്ട്, അതായത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പിട്ട് ചോറ് വേവിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നല്ലവണ്ണം വെള്ളം ഒഴിച്ച് കൊടുക്കും. അതായത് സാധാ പൈപ്പിൽ നിന്ന് ഉള്ള വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് സാധാരണ നമ്മൾ ചോറ് ഉപ്പിട്ട് വേവിച്ചു അതിന് മേലെ നല്ലവണ്ണം വെള്ളം ഒഴിച്ച് കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ 1.5 കിലോ അരിക്കുള്ളതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഒരു 3/4 കിലോ ക്യാരറ്റ്. അപ്പോൾ ആ ക്യാരറ്റും കൂടി ഞാൻ 3/4 കിലോന് എടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ഉള്ളി ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളൂ അരിഞ്ഞത്. ഉള്ളി സുറുക്കി ഉണ്ടാക്കണേക്ക് ബാക്കിയുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഇട്ടേക്കണം. അതേപോലെ തന്നെ 1/2 കിലോൻ്റെ മേലെ ബീൻസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കൂടി ചേർത്തിട്ടുള്ള സാധനമാണ് ഇടുന്നത്. ഞാൻ വീണ്ടും പറയണേ. അപ്പോൾ 1.5 കിലോ അരിയുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കൂടിയുള്ള സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആ കോഴിൻ്റെ തോലുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ നെയ്യിലും എണ്ണയിലും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മളെ മസാലകളും എല്ലാം പിടിച്ച് നമ്മളെ പച്ചക്കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു വാസനയും കൂടി വരുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയോ ചിക്കനോ എന്താ വെച്ചാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ കേബേജ് കയ്യിലുണ്ട്, ഞാനത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ രാത്രി പണിക്കാരൊക്കെ വരാൻ കുറച്ച് സമയം വൈകിയതിന് ശേഷമാണ് എത്തുക. അപ്പോൾ ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേന് ഇതൊരു വാസന വരും വിചാരിച്ചിട്ട് ഞാനത് ചേർത്ത് കൊടുക്കണില്ല. ഞാൻ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 പാർട്ടാക്കിയിട്ട് എടുക്കുകയാണ്. ഇത് വലിയൊരു പാത്രമാണ്. അപ്പോൾ ഞാൻ 3/4 കിലോ അരിയും കൂടി അങ്ങനെ 2 ട്രിപ്പായിട്ട് വറുത്തെടുക്കാൻ വിചാരിച്ച് പകുതി പച്ചക്കറി എണ്ണയെല്ലാം കൂടി പകുതി ഉണ്ട് കോരി വെച്ചു. ആ പകുതിയിലേക്ക് നമ്മൾ അതിലേക്കുള്ള പകുതി ചോറും കൂടി ചേർത്ത് കാണാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഈ സമയത്ത് ക്യാപ്സിക്കം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ എൻ്റെ അടുത്ത് കയ്യിലുണ്ടെങ്കിൽ ഞാനത് ഇട്ട് കൊടുക്കണില്ല. പിന്നെ നമ്മൾ അതിലേക്കുള്ള മല്ലിൻ്റെ ഇലയും ഒക്കെ ചേർത്ത് കാണാൻ നമുക്ക് ഇളക്കി. ഏതായാലും ചോറ് ഇട്ട് കൊടുക്കട്ടെ. ചോറ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ബലം വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം പാരുന്നതുകൊണ്ട് നല്ല ബലം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചോറ് ഒരു നല്ലൊരു ക്രിസ്പി ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.
പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ശേഷം ചെറിയ തീയിലിട്ട് കാണ്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇത് കയ്യിലിട്ട് കാണ്ട് ഇളക്കി കാണ്ട് മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതാ അതിലേക്ക് വേണ്ട മല്ലിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ഇളക്കി കാണ്ട് ഒന്നുകൊണ്ട് മുരിപ്പിച്ചെടുക്കണം. ഫ്രൈഡ് റൈസ് എങ്ങനെ റെഡിയാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാത്തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അതൊന്നുകൊണ്ട് മുരിപ്പിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും അതേമാതിരി കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ്. ഇതിലേക്ക് പ്രത്യേകിച്ച് കറിൻ്റെ ആവശ്യമില്ല. നമ്മളെ ഉള്ളി സുറുക്കിയ ഇതൊക്കെ തന്നെ മതി കേട്ടോ ടേസ്റ്റിന്. നല്ലൊരു വെറൈറ്റി ഒരു രുചിയാണ്. ഇനി ഇറച്ചിൻ്റെ അതേമാതിരി ബ്രോസ്റ്റിൻ്റെ തോല് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക, അതിനൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ് മാത്രം. അപ്പോൾ ഇതാ നമ്മളെ ഭക്ഷണ പരിപാടികളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമലൈക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ മറുപടി പറയണം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം.